ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സ്നേഹ ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നും ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത്തം ഒന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ അത്തം പത്തിന് തിരുവോണം. സോ അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് അത്തം ഒന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ചിങ്ങം തുടങ്ങാതെ എങ്ങനെയാണ് ഇപ്പം അത്തം ഉണ്ടാവുന്നത്? അതൊക്കെ പോട്ടെ, ഒരു ദിവസത്തെ വ്യത്യാസമല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളായാലോ. രാവിലെ തന്നെ എനിക്ക് കിട്ടിയ പൂക്കളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. തെച്ചി, ഒരു ചെമ്പരത്തി, കുറച്ച് അരളി, കുറച്ച് മുല്ലപ്പൂ ഒക്കെ ആയിട്ട് ഞാൻ ദാ പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ കുളിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ എനിക്ക് കുറച്ച് ചാണകം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാണകവും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു കളം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റേതായ രീതിക്ക് അത്തമിടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ത ഇടാനായിട്ട്. ഓണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റുമുള്ള, ഭയങ്കര ഓർമ്മകളും പണ്ടത്തെ ഓർമ്മകളൊക്കെ ഉള്ള ഒരു ഉത്സവം തന്നെയാണ് ഓണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്ത ഇടുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ആദ്യം നടുക്കൊരു ചെമ്പരത്തി, യെല്ലോ കളർ ചെമ്പരത്തിയാണ് കിട്ടിയത്. അപ്പോൾ അത് നടുക്ക് വെച്ചു. ചുറ്റിലും അരളിപ്പൂക്കൾ, റോസ് കളർ കിട്ടി, പിന്നെ തെച്ചിപ്പൂ, പിന്നെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റേതായ രീതിയിൽ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡേ ഫുള്ളായി, അത്തം നല്ല സെറ്റായിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ എപ്പോഴത്തെയും പോലെ വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ നല്ല കുറച്ച് ഡേയ്സ് ഉണ്ടാവാൻ പോവുകയാണ്. മണിക്കുട്ടിയും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഗൈസ്. സോ നമുക്ക് അവളെ വിശേഷമൊക്കെ വഴിയെ കാണാം. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി, ഇപ്പോൾ നമ്മുടെ മുല്ലച്ചെടിയിൽ, മുല്ലയില പിച്ചിയാണ്. പിച്ചിയിൽ എന്നും മൊട്ടും പൂവൊക്കെ വരാം. രാവിലെ ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്, പക്ഷേ നിന്ന മൊട്ടൊക്കെ വൈകുന്നേരം ആയപ്പോൾ നല്ല എല്ലാം വിരിഞ്ഞു. നല്ല മണമാണ്. എനിക്കിപ്പോൾ ഡെയിലി അത് മണത്ത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ശേഷം ഞാൻ കുറച്ച് നേരം വരാന്തയിൽ നിന്ന് ഒറ്റയ്ക്ക് വൈബടിച്ചു. ഡേ അടിപൊളിയാക്കി. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.